ഒരുപാട് വാഴ്ത്തപ്പെട്ട ഒരു ദിവസമായിരിക്കും ഹീറോയുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായ പ്രതിസന്ധി കടന്നു വരുന്നത്. താൻ വാഴ്ത്തപ്പെട്ടതെല്ലാം ഒന്നുമല്ല എന്ന് തോന്നിപ്പോകുന്ന അപൂർവ നിമിഷം ഹീറോ തൻ്റെ ജീവിതത്തെ താൻ ചെയ്ത എല്ലാ നന്മകളും ഒന്നുമല്ല എന്ന് സ്വയം വിധിയിരുത്തുന്ന ദിവസം, തൻ്റെ ജീവിതം ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ എന്ന് ഹീറോ ചിന്തിച്ചു പോകുന്ന ദിവസം, ഹീറോ മരണത്തെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്ന ദിവസം, മരണത്തെ പ്രണയിക്കുന്ന ദിവസം, തലച്ചോറ് നിറയെ വൈകാരിക സംഘർഷങ്ങളുടെ വലിയൊരു സുനാമി അണപൊട്ടൊഴുകുന്നൊരു ദിവസം, ഹീറോയും പോലും തിരിച്ചറിയാത്തൊരു സമയം, ഈ സമയവും കടന്നു പോവുകയാണ് എന്നുള്ള നഗ്ന സത്യം ഹീറോ തിരിച്ചറിയാതെ പോകുന്ന ദിവസം. അന്ന് രാത്രി ഹീറോ ചിന്തിക്കുന്നത് മുഴുവനും പ്രതിസന്ധിയെക്കുറിച്ചായിരിക്കും. ജീവിതത്തിലേക്ക് ഒരുപാട് ടാസ്കുകൾ വരുമ്പോഴും തൻ്റെ തലച്ചാറലിൻ്റെ പിന്നണിയിൽ നിന്ന് തൻ്റെ പ്രതിസന്ധികൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. പുറത്ത് മറ്റൊരാൾ വന്ന് നിൽക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ആ പ്രതിസന്ധി തൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. തൻ്റെ ജീവിതം ഒന്നുമല്ല, ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കും. എന്നാലും ഹീറോ ഉള്ളിൻ്റെ ഉള്ളിൽ പറയും, തൻ്റെ ജീവിതം അവസാനിച്ചു പോയാൽ വഴിമുട്ടി പോകുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരെ ഓർത്ത് ഹീറോ തൻ്റെ ജീവിതം കുറച്ചുകൂടി അവിടെ ബാക്കിയാവട്ടെ എന്ന് ആലോചിച്ചു തുടങ്ങുന്ന ദിവസം, പ്രത്യാശയുടെ കിരണങ്ങൾ പതിയെ പതിയെ ഹീറോയുടെ ജീവിതത്തിലേക്ക് ഉത്ഭവിച്ചു തുടങ്ങുന്ന നിമിഷം, മറുവശത്ത് ഒരു വില്ലൻ ഉണ്ടാവും. വില്ലനെ വില്ലനെന്ന് വിളിച്ചുകൂടാ. വില്ലൻ്റെ കൈകളിൽ ന്യായമുണ്ട്. വില്ലനല്ല, വില്ലോയും ഹീറോയും എല്ലാം ഹീറോകളാണ്. ഒരിക്കലും നമ്മൾ വില്ലന്മാരെ കുറ്റപ്പെടുത്തരുത്. കാരണം വില്ലന്മാർ അവർക്ക് ഹീറോ ആണ്. അവരുടെ മനസ്സിലെ വില്ലൻ നാം ഹീറോ എന്ന് വ്യാഖ്യാനിക്കുന്നവരാണ്. തീർച്ചയായിട്ടും ഇവിടെ വ്യക്തികൾ തമ്മിലല്ല മത്സരം, സിസ്റ്റങ്ങൾ തമ്മിലാണ്. പ്രതിസന്ധി വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളല്ല, വ്യക്തികളാൽ തീർക്കപ്പെടുന്ന അവരുടെ ഓരോ സിസ്റ്റങ്ങൾ തീർക്കുന്ന പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ. ചിലപ്പം അത് ജോലിയാവാം, ചിലപ്പം അത് മറ്റെന്തെങ്കിലും ആവാം, അവരുടെ പൊളിറ്റിക്കൽ കാഴ്ചപ്പാടുകളാവാം. സിസ്റ്റങ്ങൾ തമ്മിലാണ് മത്സരം, വ്യക്തികൾ തമ്മിൽ എവിടെയും പ്രശ്നങ്ങളില്ല. അങ്ങനെ പതിയെ പ്രത്യാശയുടെ കിരണങ്ങളുമായി ആ മരണത്തിൻ്റെ വക്കിൽ നിന്നും ഹീറോ പുനർജനിക്കുകയാണ്. വാശിയോ വൈരാഗ്യമോ അല്ല, ആരെയോ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു യുദ്ധത്തിനുള്ള തിറക്കുമല്ല. ഹീറോക്കും നിലനിൽക്കണം അതിനു വേണ്ടിയിട്ടുള്ള തെളിവന്വേഷണങ്ങളാണ്. ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. കഥയുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങുമ്പോൾ അതിനുള്ള മുൻകരുതലുകൾ ഒരുക്കി വെക്കേണ്ടത് ഹീറോയുടെ ബാധ്യതയാണ്. അങ്ങനെ ഹീറോ പതിയെ ജീവിതത്തിലേക്ക് തൻ്റെ മുമ്പിലെ പ്രതിസന്ധി സൃഷ്ടിച്ച പുതിയ കഥയുമായി പൊരുത്തപ്പെട്ട് തുടങ്ങും. അവസാനം ആ കഥ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. പല രീതിയിലായിരിക്കാം അതിൻ്റെ ടേണിങ്. അതെങ്ങനെയാവുമെന്നറിയില്ല. അതെങ്ങനെയായാലും അതിനനുസരിച്ച് ഹീറോ ഉയർച്ചകളും താഴ്ചകളും പ്രതിസന്ധികളും പ്രതീക്ഷകളുമായി അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. ക്ലൈമാക്സ് ഇനിയും രചിക്കപ്പെട്ടിട്ടില്ല. ക്ലൈമാക്സ് പലതുമാവാം. ചിലപ്പോൾ ഹീറോ ഒന്നുമില്ലായ്മയിലേക്ക് നീങ്ങിയേക്കാം. ചിലപ്പോൾ ഹീറോയുടെ ജീവിതത്തിലേക്ക് സഹായികളായി പലരും വന്നെത്തിയെന്ന് വരാം. അങ്ങനെ മനുഷ്യജീവിതത്തിൻ്റെ കഥ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു കഥ അവിടെ പൂർത്തീകരിക്കപ്പെടുമ്പോൾ മറ്റൊരു കഥ തുടങ്ങും. ഇങ്ങനെ കഥകളിൽ നിന്ന് കഥകളിലേക്കുള്ള